നമസ്കാരം. ഞാൻ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നിശബ്ദനായ എന്നാൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു അവയവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കിഡ്നികൾ അഥവാ വൃക്കകൾ. ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ശരീരത്തിലെ മാലിന്യങ്ങളെയും വിഷാംശങ്ങളെയും അരിച്ചെടുത്ത് കളയുന്ന വിരുദ്ധന്മാരാണിവർ. എന്നാൽ പലപ്പോഴും നമ്മൾ ഇവരുടെ കാര്യം അത്ര ശ്രദ്ധിക്കാറില്ല. ഒരു ഘട്ടത്തിനപ്പുറം വലിയ കേടുപാടുകൾ വന്നാൽ മാത്രമേ കിഡ്നികൾ പലപ്പോഴും ലക്ഷണങ്ങൾ പുറത്തു കാണിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സൈലന്റ് കില്ലർ എന്ന് തന്നെ വിളിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൃക്കകളെ കേടുപാടുകൾ കൂടാതെ എങ്ങനെയൊക്കെ മുൻകൂട്ടി സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമ്മുടെ കിഡ്നികളെ നശിപ്പിക്കുന്ന പ്രധാന വില്ലന്മാരെ നമ്മൾ തിരിച്ചറിയണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അനിയന്ത്രിതമായ പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും, ഡയബറ്റിക്സ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതും BP കൂടുന്നതും വൃക്കകളിലെ സൂക്ഷ്മമായ രക്തക്കുഴലുകളെ ക്രമേണ തകരാറിലാക്കും. അടുത്താണ് വേദനാ സംഹാരികളുടെ അമിത ഉപയോഗം. പെയിൻ കില്ലേഴ്സിന്റെ ഡോക്ടർ നിർദ്ദേശമില്ലാതെ ചെറിയ ശരീരവേദനകൾക്ക് പോലും സ്ഥിരമായ പെയിൻ കില്ലറുകൾ വാങ്ങിക്കഴിക്കുന്നത് കിഡ്നിയുടെ പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അടുത്താണ് വെള്ളം കുടിക്കാതിരിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് വൃക്കകളിൽ കല്ലുകൾ, കിഡ്നി സ്റ്റോൺസ് വരാനും വിട്ടുമാറാതെ അണുബാധയുണ്ടാകാനും കാരണമാകുന്നു. വൃക്കകളെ സംരക്ഷിക്കാൻ 5 ലളിതമായ ടിപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ വൃക്കകളെ എങ്ങനെ എളുപ്പത്തിൽ സംരക്ഷിക്കാമെന്ന് നോക്കാം. ഇതിനായി 5 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, ധാരാളം വെള്ളം കുടിക്കുക. ഒരു ദിവസം കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വരെ, ഏകദേശം 2 തൊട്ട് 3 ലിറ്റർ വരെ വെള്ളമെങ്കിലും കുടിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രിയേക്കാൾ കൂടുതൽ പകൽ സമയങ്ങളിൽ വെള്ളം കൂടുതൽ കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. രണ്ടാമതായി, ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക. ഭക്ഷണത്തിൽ ഉപ്പ് അധികമാകുന്നത് രക്തസമ്മർദ്ദം കൂട്ടും. ഇത് കിഡ്നിയെ ദോഷകരമായി ബാധിക്കാം. പാക്കറ്റ് ഫുഡുകൾ, അച്ചാറുകൾ, ജങ്ക് ഫുഡ് എന്നിവ പരമാവധി കുറയ്ക്കുക. മൂന്നാമതായി, വ്യായാമം ശീലമാക്കുക. ദിവസവും 30 മിനിറ്റെങ്കിലും നടക്കുകയോ വ്യായാമം ചെയ്യുകയോ വേണം. അത് BPയും പ്രമേഹവും നിയന്ത്രിക്കാൻ സഹായിക്കും. നാലാമതായാണ്, കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുക. നിങ്ങൾക്ക് പ്രമേഹമോ BPയോ ഉണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും കിഡ്നിയുടെ പ്രവർത്തനം കൃത്യമാണോ എന്നറിയാൻ ഒരു ലളിതമായ മൂത്ര പരിശോധന നടത്തുക. അത് വളരെ നല്ല കാര്യമാണ്. അഞ്ചാമതായി, സ്വയം ചികിത്സ ഒഴിവാക്കുക. ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയോ അണുബാധയോ ഉണ്ടായാൽ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കാതെ കൃത്യമായ ഒരു ഡോക്ടറെ കണ്ട് മെഡിക്കൽ നിർദ്ദേശം തേടുക. കൃത്യമായ സമയത്തുള്ള ഇടപെടൽ വലിയ രോഗങ്ങളിൽ നിന്ന് കിഡ്നിയെ സംരക്ഷിക്കും. നിങ്ങൾ അവഗണിക്കാൻ പാടില്ലാത്ത ചില ലക്ഷണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കിഡ്നികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരീരം തരുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. കൺതടങ്ങളിലോ കാലുകളിലോ മുഖത്തോ ഉണ്ടാകുന്ന അസാധാരണമായ നീര്, മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകച്ചിൽ, കടുത്ത ദുർഗന്ധം അല്ലെങ്കിൽ മൂത്രത്തിന്റെ നിറവ്യത്യാസം, അമിതമായ ക്ഷീണവും പെട്ടെന്നുണ്ടാകുന്ന വിശപ്പില്ലായ്മയും, വിട്ടുമാറാത്ത പുറം വേദനയോ നടുവേദനയോ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകിക്കാതെ ഒരു ഡോക്ടറെ സമീപിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തണം. ആരോഗ്യമുള്ള വൃക്കകൾ ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിത്തറയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ ഈ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ആൾ.